Hi friends, welcome back to our channel. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം നമ്മൾ കവരത്തി ദ്വീപിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കവരത്തി വിശേഷങ്ങളുമായിട്ടാണ്. നമ്മളെ ലാസ്റ്റ് വീഡിയോ ഇറങ്ങിയപ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് ലക്ഷദ്വീപിൽ പോവുക, അവിടെ എത്തിപ്പെടാനുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണ്, പേപ്പർ വർക്ക്സ് ഒക്കെ എന്തൊക്കെയാണെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലൈനും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ കവരത്തിയിലേക്ക് പോവാം. നമ്മളിപ്പോൾ കവരത്തി ദ്വീപിലെത്തി. എനിക്ക് തോന്നുന്നു കൽപ്പേനി ദ്വീപും കവരത്തി ദ്വീപും എല്ലാം ഓൾമോസ്റ്റ് സെയിം പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ചില വ്യൂസും കാര്യങ്ങളും ചെറിയ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മളിവിടെ വന്നിട്ട് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. വെള്ളമാണെങ്കിലും ഒരു ബീച്ച് വ്യൂ ഒക്കെ രണ്ടും ഈക്വലാണ്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് നേരെ പോകുന്നത് ഇവിടുത്തെ ഒരു മറൈൻ അക്വോ മ്യൂസിയത്തിലേക്കാണ്. കവരത്തി മറൈൻ അക്വോ മ്യൂസിയത്തിലേക്ക്. ഇതാണ് നമ്മുടെ കവരത്തി മറൈൻ അക്വോ മ്യൂസിയം. ഇവിടെ ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കടലിൻ്റെ അടിയിലുള്ള അതേ ഒരു സെറ്റപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മീനുകൾക്ക് അധിവസിക്കാൻ വേണ്ടിയിട്ട്. വേറെയും ഈ മ്യൂസിയത്തിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇത് വേറൊരു ടൈപ്പ് അക്വേറിയമാണ്. ഇവിടെ നല്ല കളർഫുൾ ആയിട്ടുള്ള കുറേ മീനുകളുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കാരണം ഞാനൊക്കെ ഇത് ആദ്യമായിട്ട് കാണുകയാണ്, ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ. അപ്പോൾ ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല ഭംഗിയുണ്ട്. ഇവരെ മൂവ്മെൻറ്റ്സ് ഒക്കെ നല്ല ഒരു ഓളത്തിലാണ് പോകുന്നത്. ഈ മീനുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഇവിടെ വന്നതിൽ വെച്ചിട്ട് ഇഷ്ടപ്പെട്ട മീൻ ഇതാണ്. കാരണം ഇതിനൊരു പ്രത്യേക തരം ഷേപ്പും ഇതിൻ്റെ ഫേസൊക്കെ കാണുമ്പോൾ നമ്മളെ എന്തോ പോലെ ആൾക്കാരെ പോലെയൊക്കെ തോന്നുക. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മീനാണിത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ മീനിനോടാണ് കൂടുതൽ താല്പര്യം തോന്നിയത്. നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കല്ലുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ഇവിടെ ഉള്ളൊരു കാക്ക. അപ്പോൾ നമ്മൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാണ്. ഇവിടെ ഒരു കടൽ വെള്ളരി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് കടൽ വെള്ളരി. ഇവിടെ ഈ കാണുന്നുണ്ടോ, ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റിപ്പടഞ്ഞ് കിടക്കുന്നത് ഇതാണ്. ഇത് ഉപദ്രവകാരികളല്ല എന്നാണ് ഇവർ പറയുന്നത്. എല്ലായിടത്തും നടക്കുന്നിടത്തൊക്കെ ഈ കടൽ വെള്ളരി കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ശംഖും, പിന്നെ നമുക്കിങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മളെ കാലിലൊക്കെ ഇങ്ങനെ തടയുന്നുണ്ട്. നല്ല രസമായിട്ടുള്ള ഓരോ സാധനങ്ങൾ. അപ്പോൾ ചിലതൊക്കെ ഇവർ പറഞ്ഞിരുന്നു ഡേഞ്ചറാണ്, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മളടുത്ത്. വൈറ്റ് കളറാവും. ഈ ഡെഡ് കോറലൊക്കെ ഉണ്ടാവും, അതേമാതിരി കളറാവും. കളറായി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ വീടിൻ്റെ
ഇവിടെയും നമ്മൾ സ്നോർക്ലിങ്ങും സ്ക്യൂബൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് എല്ലാവരും കൂടെ ഒന്നിച്ചൊരു സ്നോർക്ലിങ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ഈ ഒരു 6 പേര് എല്ലാവരും കൂടെ ആയിട്ട് ടീമായിട്ട് ചെയ്യണതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. അപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് സംസാരിക്കാനൊന്നും പറ്റില്ല. നമ്മൾ സ്നോർക്ലിങ് ചെയ്യുന്ന ബീച്ചിൻ്റെ വേറൊരു സൈഡ് വ്യൂ ആണിത്. സൈഡിലുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണിത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നടന്നിട്ട് ഇതിങ്ങനെ കാണാൻ വന്നതാണ്. ഓ അടിപൊളിയാണ് കേട്ടോ കാണാൻ. നല്ല ചെറിയ നീല കളറൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു കാഴ്ചയാണ് ഇവിടുന്ന്. നമ്മളിനി ഇവിടുത്തെ സ്ക്യൂബ ഡൈവിങ്ങിൻ്റെ എക്സ്പീരിയൻസ് കൂടി ഒന്ന് അറിഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മൾ ഒരു ബോട്ട് വഴി കുറച്ച് പോയിട്ടാണ് സ്ക്യൂബ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്ക്യൂബ ഡൈവിങ്ങിനായിട്ട് കൂടുതൽ ഡെപ്തുള്ള ഭാഗത്തേക്ക് ബോട്ടിൽ പോവുകയാണ്. ഡെപ്ത് കൂടുമ്പോഴാണ് അത്ര ഒരുപാട് കാഴ്ചകൾ അടിയിലുണ്ടാവുക. അപ്പോൾ കൽപ്പേനി ദ്വീപിലുള്ളതിനെക്കാട്ടും കുറച്ചുകൂടി സ്ക്യൂബ ഡൈവിങ് ഇവിടെ കവരത്തിയിലാണ് ത്രില്ലിംഗ് എന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്കതായാലും നോക്കാം. ഇവിടെ ഒരു സ്പെഷ്യൽ സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഇത് ഈ കൈയിൻ്റെ ഒരു ടച്ച് ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് പോണ സംഭവം അടിപൊളിയായിട്ടാ. അതേതായാലും ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടാ. ഇതെന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവർ പുറത്തേക്ക് പോവുക, എന്നിട്ട് ഉള്ളിലേക്ക് വരിക, അങ്ങനെ ഒരു ഇൻ്റർവെൽ എടുത്തിട്ട് വരുന്ന പോലെ നല്ല രസമുണ്ട് കാണാൻ. നല്ലൊരു എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഈ കടലിൻ്റെ അടിയിലുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു അമ്പരപ്പ് തന്നെയാണ്. വേറൊരു വലിയൊരു വേൾഡാണ് ഈ സീൻ്റെ അടിയിൽ എന്ന് പറയുന്നത്. അതൊക്കെ ശരിക്കും നമ്മൾ നേരിട്ട് അറിയുമ്പോൾ ഒരു ഫീല്, ഒരു വേറെ തന്നെ ഒരു ഫീൽ തന്നെയാണ്. ഒരു രക്ഷയില്ല. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത സംഭവങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നത്. ഇപ്പോൾ ഒരു ബോൾ പോലത്തെ സാധനം കണ്ട് അതിങ്ങനെ കയ്യിൽ തൊട്ടപ്പോൾ ജസ്റ്റ് മൂവ് ചെയ്യണ പോലെ. ഭയങ്കരമായിട്ട് അത്ഭുതമായി. കാരണം ഈ കടലിൻ്റെ അടിയിൽ ഇങ്ങനെയൊക്കെ ഒരു ബോളൊക്കെ ഉണ്ടാവും എന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ചില സംഭവങ്ങൾ നമ്മളെ കൂടെയുള്ള ഗൈഡ് നമ്മളെ കൊണ്ട് തൊടാൻ സമ്മതിക്കില്ല. കാരണം പോയ്സൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ അവർ നല്ല കെയർ ചെയ്തിട്ട് നമ്മളോട് തൊടാൻ പറയാം. ഈ ഗൈഡ് ഇവർ നമ്മളെ നല്ല കെയർ ചെയ്യും. കാരണം നമ്മളെ കടലിൻ്റെ അടിയത്തെ ബ്രീത്തിങ് പ്രോബ്ലം, അതേപോലത്തെ നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർ നമ്മളെ കൂടെ തന്നെ സ്ക്യൂബ കഴിയുന്നവരെ ത്രൂ ഔട്ട് ഉണ്ടാവും.
കടലിൻ്റെ അടിയിലത്തെ എൻജോയ്മെൻറ്റുകളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നമ്മൾ തിരിച്ച് കയറുകയാണ് കേട്ടോ ഇനി. അപ്പം നമ്മളിപ്പോൾ ഏകദേശം പോവാനായി. കാരണം നമുക്ക് ഈ കവരത്തിയിൽ ഒരൊറ്റ ഡേ ഉള്ളൂ സ്പെൻഡ് ചെയ്യാൻ ടൈം. ഇന്ന് നമുക്ക് വൈകിട്ട് ഷിപ്പിലേക്ക് തന്നെ തിരിച്ച് കയറാനുള്ളതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ ഇവാക്വേഷൻ്റെ ഒക്കെ ടൈമിൽ ഹെലികോപ്റ്റർ പോകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് അതൊന്ന് പോയി നോക്കാം. ഇവാക്വേഷൻ, എമർജൻസി അങ്ങനത്തെ ഒക്കെ വരുമ്പോഴാണ് ഇവിടുന്ന് ഹെലികോപ്റ്റർ എടുക്കുക. പക്ഷേ നമുക്ക് ഭാഗ്യമില്ല, നമ്മൾ വന്ന ടൈമിൽ ഹെലികോപ്റ്റർ എടുക്കണില്ല. അപ്പോൾ ജസ്റ്റ് പുറത്തുനിന്ന് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളിനി തിരിച്ചു പോവുകയാണ് ഷിപ്പിലേക്ക്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് വേറൊരു കാഴ്ച കണ്ടിട്ടോ. ഇതാണ് ഇവിടുത്തെ ജയില്. കവരത്തി ജയിലിൻ്റെ പുറത്തുനിന്നുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാ ദ്വീപിലെയുള്ള കുറ്റവാളികളെ ഇവിടെയാണ് കൊണ്ടുവരുന്നത്. ഷിപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു ബോട്ട് കയറിയതാണ്. ഇപ്പോൾ ഇതിൽ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി പോവുകയാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല തിര വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബോട്ട് പോകുമ്പോൾ നല്ല തിര എന്ന് വെച്ചാൽ നല്ല പേടിപ്പിക്കുന്ന തിര വരുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ അങ്ങനെ ഫീൽ ചെയ്യണില്ല അതിൻ്റെ ഈ സ്ട്രെങ്ത്ത്. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് നല്ല എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല പേടിയാവുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. എന്നിട്ട് എല്ലാവരും നല്ല സൗണ്ട് ഉണ്ടാക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ളവർ പറയുന്നത് എന്താ വെച്ചാൽ ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണെന്നാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കുറച്ച് പേടിച്ച്, കാരണം നല്ല ശക്തിയിലാണ് തിര വന്നതൊക്കെ. അപ്പോൾ നമുക്ക് പോകാനുള്ള ഷിപ്പിൻ്റെ അടുത്തെത്തി ഏകദേശം നമ്മളിപ്പോൾ. ഇനി ഇതിൽ നിന്ന് നേരെ ഷിപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് എല്ലാവരും. ഓക്കെ, അപ്പോൾ നല്ലൊരു ജേണി ആയിരുന്നു നമ്മുടെ ഈ കവരത്തി ട്രിപ്പ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ കൂടി എന്താ പറയുക, വെള്ളത്തിൻ്റെ അടിയിൽ കൂടുതൽ സ്പെൻഡ് ചെയ്തത് ഇന്നാണ്. എല്ലാതും നല്ല നല്ല അനുഭവങ്ങളായിരുന്നു ഏതായാലും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷദ്വീപിൽ പോകേണ്ട പ്രൊസീജിയർ നമുക്ക് ലാസ്റ്റ് പറയാമെന്ന്. ഇതാണ് നമ്മളെ പെർമിറ്റ്. അതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം പറയാം. 3 ടൈപ്പിൽ നമുക്ക് ലക്ഷദ്വീപിൽ പോകാം. അതായത് ഒന്ന് ഗവൺമെൻറ് പാക്കേജായിട്ട്, രണ്ടാമത് പ്രൈവറ്റ് പാക്കേജായിട്ട്, മൂന്നാമത് സ്പോൺസർഷിപ്പ് വഴി. അപ്പോൾ ഞങ്ങൾ സ്പോൺസർഷിപ്പ് വഴിയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കൊരു സ്പോൺസർ വേണം. അതായത് ദ്വീപിലുള്ള ഒരാളായിരിക്കണം നമ്മളെ കൊണ്ടുപോകുന്നത്. എങ്കിൽ മാത്രമേ അങ്ങനെ പോകുമ്പോൾ നമുക്ക് പെർമിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് ആദ്യം PCC അല്ലെങ്കിൽ പോലീസ് ക്ലിയറൻസ് റെഡിയാക്കണം. പിന്നെ നമ്മളെ കയ്യിൽ 3 ഫോട്ടോ വേണം. നമ്മൾ എന്തെങ്കിലും ഒരു ID പ്രൂഫ് വേണം. പിന്നെ ഒരു ഡിക്ലറേഷൻ ഫോം. അത് ദ്വീപിലുള്ള ആൾ ചെയ്യേണ്ടതാണ്. അതായത് നമ്മളെ സ്പോൺസർ റെഡിയാക്കേണ്ടതാണ്. നമ്മളവിടെ ദ്വീപിലേക്ക് വരുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിക്ലറേഷൻ ഫോം. ഡിക്ലറേഷൻ ഫോം റെഡിയായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കൊച്ചിയിലെ വില്ലിംഗ്ടൺ ഐലൻഡിൽ ലക്ഷദ്വീപ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ഓഫീസ് ഉണ്ട്, ഒരു അഡ്മിനിസ്ട്രേഷൻ ഓഫീസ്. അപ്പോൾ അവിടെ വേണം നമ്മൾ ഈ പെർമിറ്റ് അടിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് പെർമിറ്റ് അടിക്കാം. അപ്പോൾ പെർമിറ്റ് അടിക്കുമ്പോൾ ഒരു മാസത്തിനുള്ളിലായിട്ട് നമുക്ക് പെർമിറ്റ് അടിച്ച് കിട്ടും. ഞങ്ങൾക്കിപ്പോൾ 1 മാസത്തിനുള്ളിലായിട്ട് കിട്ടി. പക്ഷെ ടിക്കറ്റ് കിട്ടാനാണ് കുറച്ച് ഡിലേ ആയത്. കുറഞ്ഞ ചിലവിൽ പോകാൻ പറ്റിയ ഒരു അടിപൊളി ട്രിപ്പ് തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.